നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, ശരി, ഞാനിപ്പോ വരാം. ഓടിപ്പഞ്ഞിങ് പറഞ്ഞൊന്നില്ലായിരുന്നു. ഇവിടെ ആളെണ്ണം കൂടുതല. ഇപ്പോ ശ്യാമയെ നോക്കാൻ ഒരു ഹോം നേഴ്സും കൂടി വന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾ എത്ര പേരാ വെറുതെ ഇരിക്കുന്നത്? ഓരോരുത്തര് ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി ഒന്ന് പെരുമാറ്, ഇല്ലെങ്കിൽ മേധസ് മുറ്റും. നീ തന്നെ ഇത് പറയണം ഭാമേ. രാഘവട്ട, വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. അയ്യോ, നീ എഴുതിയ പുറം തന്നെ ഞാൻ ഈ വായിച്ചോണ്ടിരിക്കുന്നതേ. ഓ, ആ ഹലോ, എന്ത്? ആ ശരി, ഞാൻ വിളിച്ചോളാം. എന്റെടാ പപ്പിമോടെ കാണാനില്ലെന്ന്. അവളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചേ. സ്കൂളിൽ നിന്ന് അവളെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിന്ന്. മോളെ, അമ്മേ, എന്താ അമ്മേനെ വിളിക്കാൻ വരായിരുന്നത്? അമ്മയ്ക്ക് ഒരിടം വരെ അർജന്റായിട്ട് പോവേണ്ടി വന്നു മോളെ. എവിടെ? അത് കുറച്ച് ദൂരെയാ, ഗോവയില. അവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. എന്തിനാ അമ്മേ? അത് ജോലി സംബന്ധമായ ഒരു ക്യാമ്പാ മോളെ, സിവിൽ സർവീസ് ഓഫീസർമാരുടെ. ആ, അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. സാരമില്ല അമ്മേ, ജോലിയുടെ കാര്യത്തിനല്ലേ. എന്നാ ഫോൺ വെക്കട്ടെ. ശരി. ഹലോ, ശരി, ഞാനിപ്പോ വരാം. കാളിയമ്മേ, പറഞ്ഞതുപോലെ ഞാൻ ഭിക്ഷ എടുത്തു. ദേ ഇവരെല്ലാവരും. അമ്മയെ വേഗം സുഖപ്പെടുത്തണേ കാളിയമ്മേ. അമ്മയുടെ കുഞ്ഞേച്ചിയെ കൊണ്ടുവന്ന് കൊടുക്കണേ. ആ കുഞ്ഞേച്ചിയെ സത്യാമ്മ വീട്ടിൽ കയറ്റണേ. അമ്മയെ വേഗം എഴുന്നേപ്പിച്ച് നടത്തണേ കാളിയമ്മേ. ഭിക്ഷ എടുത്ത് കിട്ടിയതെല്ലാം ഈ ഭണ്ഡാരത്തിൽ ഇട്ടോളാം. കാളിയമ്മേ, രക്ഷിക്കണേ.
എന്താ ഇത്? കുട്ടികളുടെ ഓരോ വിശ്വാസമല്ലേ, അതിനെ മുറിവേൽപ്പിക്കണ്ടെന്ന് കരുതി മേഡം. എന്നാലും ഈ കുട്ടികളെ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ചില്ലേ? അതിന് അവർക്കിതത്ര മാനക്കേടൊന്നുമല്ല. മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നത് സന്തോഷമായി കരുതുന്ന പ്രായം അവരുടേത്. ഭിക്ഷാടനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത്. വിശ്വാസവും സ്നേഹമൊക്കെ നിയമം മൂലം നിരോധിക്കാൻ പറ്റുമോ മേഡം? അതിന് അതിർവരമ്പ് വെക്കാൻ പറ്റുമോ? ചൈന കോളനിയിലെ കുട്ടികളാ. അവരുടെ കിടപ്പാടും ജീവിതമൊക്കെ മേഡം കൊടുത്ത ഭിക്ഷയാ. നിയമപ്രകാരം അതിനെതിരെ കേസെടുക്കാൻ പറ്റുമോ മേഡം? പൊന്നു മെമ്പറെ, ഞാൻ തോറ്റു. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ അന്ന്. ആ, മനുഷ്യരെന്ന നിലയിലുള്ള കടമ ഞങ്ങളും ചെയ്തേ ഉള്ളൂ മേഡം. രക്ഷിക്കണേ കാളിയമ്മ. എന്റെ അമ്മയെ രക്ഷിക്കണേ കാളിയമ്മ. ആന്റി, മോളത് ഭണ്ഡാരത്തിലിട്ടോ. ഇങ്ങ് താ പപ്പി. കാളിയമ്മേ, ഞങ്ങൾ എല്ലാരും കൂടി ഭിക്ഷ എടുത്തതാ ഇത്. തെറ്റു പുറത്ത് എന്റെ അമ്മ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണേ. അമ്മയുടെ കുഞ്ഞച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരുത്തണേ. സത്യമ്മ അമ്മയുടെ കുഞ്ഞച്ചി വഴക്കൊന്നും പറയല്ലേ. കാളിയമ്മ ഞങ്ങളെ കൈവിടല്ലേ. കാളിയമ്മ പ്രാർത്ഥന കേട്ടു മോളെ. സത്യം. മോളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എങ്ങോട്ട്? മോളുടെ വീട്ടിലേക്ക്. മോളെ കാണാനില്ലെന്നറിഞ്ഞ് അവരെല്ലാം വിഷമിച്ചിരിക്കുക. സത്യയുടെ അമ്മ അതെങ്ങനെ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിയും. സത്യയുടെ അമ്മ വലിയ ഓഫീസർ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് സത്യയുടെ അമ്മ എങ്ങനെ അറിഞ്ഞത്? അത് കാളിയമ്മയെ പറഞ്ഞെന്ന് കൂട്ടിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.